കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷനിലെ ഓവർസിയർ സ്വപ്ന കൈകാര്യം ചെയ്ത മുഴുവൻ ഫയലുകളും പരിശോധിക്കാനൊരുങ്ങുകയാണ് വിജിലൻസ്. സ്വപ്നയുടെ 2 വർഷത്തെ പ്രവർത്തനങ്ങളും ഇടപാടുകളും വിശദമായി തന്നെ പരിശോധിക്കും. കോർപ്പറേഷനിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടിക ഇതിനോടകം തന്നെ വിജിലൻസ് തയ്യാറാക്കി കഴിഞ്ഞു. കൊച്ചി കോർപ്പറേഷൻ വൈറ്റില സോണൽ ഓഫീസിലെ ഓവർസിയർ സ്വപ്ന നിരവധി പേരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതായാണ് വിജിലൻസിന് ലഭിച്ച വിവരം. തൃശൂർ കോർപ്പറേഷനിലായിരുന്നു സ്വപ്ന നേരത്തെ ജോലി ചെയ്തിരുന്നത്. 2 വർഷം മുൻപാണ് സ്വപ്ന തൃശൂരിൽ നിന്ന് കൊച്ചി കോർപ്പറേഷനിലേക്ക് സ്ഥലം മാറിയെത്തിയത്. സ്വപ്നയടക്കം നിരവധി ഉദ്യോഗസ്ഥർ സ്ഥിരമായി കൈക്കൂലി വാങ്ങുന്നതായി വിജിലൻസിന് പരാതികളും ലഭിച്ചിരുന്നു. കെട്ടിടങ്ങൾക്ക് നമ്പറിടാൻ ചില ഉദ്യോഗസ്ഥർ ലക്ഷങ്ങൾ ആവശ്യപ്പെടുന്നതായാണ് പരാതി. 4 മാസമായി സ്വപ്നയെ വിജിലൻസ് നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഏജന്റുമാർ വഴിയാണ് കൈക്കൂലി വാങ്ങുന്നത്. കൊച്ചി കോർപ്പറേഷൻ ഓഫീസുകളുടെ പരിസരങ്ങളിൽ കൈക്കൂലി വാങ്ങാൻ വേണ്ടി മാത്രം ചില ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്വന്തം വാഹനത്തിൽ കുടുംബസമേതം വീട്ടിലേക്ക് പോകുമ്പോഴാണ് സ്വപ്ന നേരിട്ട് കൈക്കൂലി കൈപ്പറ്റിയത്. ഇതിനിടയിലാണ് വിജിലൻസിന്റെ പിടിയിലാകുന്നത്. കൊച്ചി കോർപ്പറേഷനിലേക്ക് വന്ന ശേഷം കഴിഞ്ഞ 2 വർഷത്തിനിടെ സ്വപ്ന കൈകാര്യം ചെയ്ത മുഴുവൻ ഫയലുകളും പരിശോധിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. 5 നില കെട്ടിടത്തിന് 25,000 രൂപയാണ് കൈക്കൂലിയായി സ്വപ്ന ആവശ്യപ്പെട്ടത്. ഒടുവിൽ 15,000 രൂപ കൈമാറുന്നതിനിടെ പിടിയിലായി. 3 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 3 മക്കൾക്കൊപ്പം വാഹനത്തിലെത്തിയാണ് കൈക്കൂലി വാങ്ങിയത്. കാറിൽ നിന്ന് 42,000 രൂപയും കണ്ടെത്തിയിരുന്നു. അറസ്റ്റിന് പിന്നാലെ വൈറ്റില സോണൽ ഓഫീസിലും സ്വപ്നയുടെ കൊച്ചിയിലെ ഫ്ളാറ്റിലും തൃശൂരിലെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. കൊച്ചി കോർപ്പറേഷനിൽ കൈക്കൂലി വാങ്ങുന്നതായി സംശയിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക വിജിലൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.